ഹലോ ഗായ്സ്, എല്ലാവർക്കും JR ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന പോലെ ഒരു വീഡിയോ എങ്ങനെ കൈൻമാസ്റ്റർ വഴി ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. അതിനുശേഷം 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായി നമുക്കിതിലേക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യണം. അതിനായി നിങ്ങൾക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് സ്ക്രോൾ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അടുത്തതായി ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനായി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്നുകൂടി സെലക്ട് ചെയ്യുക, എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി കോൺട്രാസ്റ്റ് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സാച്ചുറേഷൻ ചെറുതായൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അടുത്തതായി ഇതിലേക്കൊരു ഷാഡോ ഇമേജ് ആഡ് ചെയ്യണം. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക, ഫോൾഡർ സെലക്ട് ചെയ്ത് ഷാഡോ ഇമേജ് ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം റൈറ്റ് സൈഡിൽ ബോക്സ് ഐക്കൺ പ്രസ് ചെയ്ത് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഷാഡോ ഇമേജ് സ്ക്രോൾ ചെയ്ത് 30 സെക്കൻഡ് വരെ വെക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായി ഇതിലേക്കൊരു ടെംപ്ലേറ്റ് വീഡിയോ ആഡ് ചെയ്യണം. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക, ഫോൾഡർ സെലക്ട് ചെയ്ത് ടെംപ്ലേറ്റ് വീഡിയോ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള ബോക്സ് ഐക്കൺ പ്രസ് ചെയ്ത് ഫിൽ സ്ക്രീൻ കൊടുക്കുക, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്നുകൂടി ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ സ്ക്രീൻ കൊടുക്കുക, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്നുകൂടി ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ കോൺട്രാസ്റ്റ് ചെറുതായൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, അതുപോലെ സാച്ചുറേഷൻ ചെറുതായൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായി നമുക്കിതിലേക്കൊരു ലിറിക് വീഡിയോ ആഡ് ചെയ്യണം. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക, ഫോൾഡറിൽ പോയി ലിറിക് വീഡിയോ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴെയായി ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ഇനി അത് ചെറുതായി സൂം ചെയ്ത് താഴെയായി കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്യാം. അതിനുശേഷം താഴെയായിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യണം. അതിനായി മുകളിലുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്യുക, എന്നിട്ട് 1080p സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.